ഉത്തരം കേട്ടു എങ്ങു നിന്നു എല്ലാം ഇത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്തടങ്ങൾ എത്തി ഇണയരയന്നങ്ങൾ ഓ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമളകൂജനഗാനമുയർത്തു. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്തതടങ്ങളിൽ എത്തി ഇണയരയന്നങ്ങൾ. എന്തൊരു ദാഹം, എന്തൊരു മോഹം, എന്തൊരു ദാഹം, എന്തൊരു മോഹം, എന്തൊരു മധുരം, എന്തൊരു ഉന്മാദം. ലയമച്ഛൻ മകളുടെ പേരോ സംഗീതം മൂവരുമൊന്നാ ദേവാമൃതത്തിൻ കേദാരം ശ്രുതിയം ലയമച്ഛൻ മകളുടെ പേരോ സംഗീതം. കൽപ്പാന്തകാലത്തോളം കാതരേറി മുന്നിൽ കൽഹാരമായി കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ രാധികയെപ്പോലെ കണ്ണടച്ചാലും എൻ്റെ കണ്ണിൽ തെളിയുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലും എൻ്റെ മുന്നിൽ തെളിയുന്ന കല്ലോലിനിയല്ലോ നീ. കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയിതമയന്തിരി കതിർമയിതമയന്തിരി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. പ്രണയദിന ആശംസകൾ. പ്രണയം അനാദിയാം അഗ്നിനാളം പ്രണയം അനാ
ആദിയാമഗ്നിനാളം ആദിപ്രകൃതിയും പുരുഷനും ധ്യാനിച്ചുണർന്നപ്പോൾ പ്രണവമായി പൂവിട്ടൊരമൃതലാവണ്യം ആത്മാവിലാത്മാവ് പകരുന്ന പുണ്യം പ്രണയം. തമസിനെ തൂനിലാവാക്കും നിരാർദ്രമാം തപസ്സിനെ താരുണ്യമാക്കും. തപസ്സിനെ തൂനിലാവാക്കും നിരാർദ്രമാം തപസ്സിനെ താരുണ്യമാക്കും. താരങ്ങളായി സ്വപ്നരാഗങ്ങളായി ഋതുതാളങ്ങളാൽ ആത്മദാനങ്ങളാൽ അനന്തതയെപ്പോലും മധുമയമാക്കുമ്പോൾ പ്രണയം അമൃതമാകുന്നു. പ്രപഞ്ചം 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 അമൃതമാകുന്നു. പ്രണയം ദാഹങ്ങൾ ഫലമുയർത്തുമ്പോൾ അന്ധമാം മോഹങ്ങൾ നിഴൽ വിരിക്കുമ്പോൾ ഇന്ദ്രിയദാഹങ്ങൾ ഫലമുയർത്തുമ്പോൾ അന്ധമാം മോഹങ്ങൾ നിഴൽ വിരിക്കുമ്പോൾ പ്രണവം ചിലമ്പുന്നു പാപം ജ്വലിക്കുന്നു ഹൃദയങ്ങൾ വേർപിരിയുന്നു. വഴിയിലി കാലമുപേക്ഷിച്ച വാക്കുപോൽ പ്രണയം അനാഥമാകുന്നു. പ്രപഞ്ചം പ്രപഞ്ചം അശാന്തമാകുന്നു. പ്രണയം അനാഥമാകുന്നു. പ്രപഞ്ചം അശാന്തമാകുന്നു. പ്രിയപ്പെട്ടവരെ, പ്രണയദിനത്തിൽ ഈ കവിത ചൊല്ലാൻ മറ്റൊന്നുമല്ല കാരണം നമ്മൾ കാറൽ മണ്ണിലിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അതിൻ്റെ കാരണക്കാരൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പ്രൊഫസർ വി മധുസൂദനൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ രചനയാണ് ഇത്. പുണ്യം എന്ന സിനിമയിൽ എം ജയചന്ദ്രൻ ആദ്യമായിട്ട് സംഗീത സംവിധാന രംഗത്തേക്ക് വന്ന സിനിമയാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ കവിതയുടെ രചനയും സംഗീതവും ആലാപനവുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മധുസൂദനൻ നായർ സാർ തന്നെയാണ്. 10 വർഷം മുമ്പ് ചന്ദ്രക്കാരൻ നാട്ടുമാവ് നട്ട് അത് പൂത്തുലഞ്ഞ് ഇപ്പോൾ നിൽക്കുന്നു. സത്യത്തിൽ കവി നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് ആ മാവ്, നമ്മുടെ പുണ്യം. ഈ പാട്ട് പുണ്യം എന്ന സിനിമയിലെ പാട്ടാണ്. നമ്മുടെ പുണ്യം. എത്രയെത്ര കവിതകൾ. ഇന്ന് ഇത് തുടങ്ങാൻ കാരണം അതുമാത്രമാണ്. നമ്മുടെ കാവ്യാലാപനത്തിൻ്റെ അമരക്കാരനായ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മധുസൂദനൻ സാറെ ഓർത്തുകൊണ്ട് തുടങ്ങണമെന്നുള്ളൊരു ചിന്ത ഞാനും അനൂപും സംസാരിച്ചപ്പോൾ ഉണ്ടായി. അങ്ങനെയാണ് ഇങ്ങനൊരു പാട്ട് ആദ്യം തുടങ്ങിയത്. ഒരുപാട് കവിതകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് പറയാനുണ്ട്. പക്ഷേ ഒരു കവിതയുടെ ചെറിയ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് അനൂപേ അത് പറഞ്ഞുകൊണ്ട് വാക്ക് മക്കളേ എന്ന് പാലൂറുന്ന
തന്നോരൻപ് എനിക്കൊക്കെയും തന്ന് തിരുത്തും വയമ്പ് പിൻപൊക്കത്തിലെന്നെ എടുത്തുയർത്തും വമ്പ് ചൊൽക്കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ ഈ മണമൊക്കെയുണ്ണിക്കെന്നു പൂവുകൾ നീ വിളക്കാവുകെന്നർക്കചന്ദ്രാനല താളമേ നീ എന്ന് താരാട്ടുകാറ്റുകൾ മുന്നമേ വന്നു നിറഞ്ഞൊരാകാശം എൻ കണ്ഠതമ്പുരുവിൽ തുടർന്നു ശ്രുതി സാധകം വാക്ക് മണക്കുന്നിനിക്കുന്നു വാക്കെന്നെ നോക്കി ചിരിക്കാൻ വിളക്ക് കത്തിക്കുന്നു കിക്കിളിയാക്കുന്നു നാദമായി വന്നെന്നെ അക്കരെ കൊണ്ടുപോകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു വാക്കെൻ്റെ അച്ഛനും അമ്മയുമാകുന്നു വാക്ക് ഞാനാകുന്നു വാക്കെൻ്റെ അച്ഛനും അമ്മയുമാകുന്നു വാക്ക് ഞാനാകുന്നു. മലയാളത്തിൻ്റെ ചൊല്ലുവഴിയെ ഇങ്ങനെ പുഷ്കലമാക്കിയ ഒരു കവി മറ്റൊരാളില്ല. ആ വെളിച്ചത്തിൻ്റെ നേരത്തെ എവിടെയൊക്കെയോ പിടിച്ചാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പല സർക്കസുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കവിയെ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിത് ആരംഭിക്കുന്നത്. ഒരുപാട് കവിതകൾ പറയാനുണ്ട്, പക്ഷെ കവിതകൾ മാത്രം പറഞ്ഞാൽ അനൂപ് എന്നെ നോക്കിയിരിക്കും, പാട്ടുകൾ പാടാനുണ്ടാവില്ല. നായരുടെ വളരെ കുറച്ച് സിനിമാ പാട്ടുകളേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രശസ്തമായതും അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കവിത, അതൊരു പാട്ട് എന്ന് പറയാൻ പറ്റും, കവിത തന്നെയാണ്. കവിത തന്നെയാണ്. ഇരുളിൻ മഹാനിദ്രയിൽ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? മഴപ്പുഴയുടെ തീരങ്ങളിൽ നമ്മളിവിടെ പൂമ്പാറ്റകളൊക്കെ മരിച്ചുപോയവരെ ആത്മാക്കളാണ് പൂമ്പാറ്റകളായിട്ടൊക്കെ നമുക്ക് ചുറ്റും പാറിപ്പറക്കുന്നത് അല്ലേ? മുകുന്ദൻ തുമ്പി എന്ന് പറയുന്നെങ്കിലും നമുക്ക് പൂമ്പാറ്റിയും ആത്മാക്കളാണ്. അതെ, പൂമ്പാറ്റിയൊക്കെ. ഈ പാട്ടിന് ഒന്നോ അതിലധികമോ ലെയറുകൾ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ആദ്യമൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് ഈ പാട്ട് കേട്ടിരുന്ന സമയത്ത് അടരുവാൻ വയ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു പ്രണയ കവിതയാണെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് തിരിച്ചറിയുന്നത് അൽഫോൺസ് അച്ഛന് മയ്യടിയോടുള്ള അടങ്ങാനാവാത്ത ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്ന പാട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തറിയാമോ, ഒരു പ്രകൃതി ഉപാസകന് പ്രകൃതിയോടുള്ള, ചുറ്റുപാടിനോടുള്ള, ഇലയോടുള്ള, വെയിലിനോടുള്ള, നീരൊഴുക്കിനോടുള്ള അഗാധമായ പ്രണയമാണ് ഈ കവിത. അല്ലെങ്കിൽ എത്ര അടരുകളാണ്, വെറും പ്രണയവുമാവാല്ലേ നമ്മളെയൊക്കെ പോലെ? വെറും അങ്ങനെയും വേണം പറയാം. എനിക്ക് അനൂപിനേക്കാൾ പ്രായമുള്ളത് കൊണ്ടാണ് ഞാൻ എന്ന് ചെയ്തത്. കുഴപ്പമില്ല, അങ്ങനെയും സമ്മതിക്കാം വേണമെങ്കിൽ. ഓക്കെ, അത് പാടും. മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം. നിന്നിലടിയുന്നതേ
നിത്യസത്യം. അനുവേ, ഈ ശിവരഞ്ജിനി ഒരു വല്ലാത്ത രാഗമാണ്. ഭയങ്കര സങ്കടം. അതിന്റെ കെട്ടിലേക്ക് വീണുപോയാൽ പിന്നെ അവിടെ നിന്നും കയറി വരിക എന്നത് വലിയ പാടാണ്. കയറി വന്നേ പറ്റും. വേറൊരു മസൂദ സാറിന്റെ മനോഹരമായിട്ടുള്ള വേറൊരു സിനിമ പാട്ടുണ്ട്. 1997 ഇറങ്ങിയൊരു സിനിമയാണ് കുലം. ലെനിൻ രാജ് എന്നൊരു സിനിമയാണ്. അത് അതിലത്തൊരു പാട്ട് എം ജി രാധാകൃഷ്ണനാണ് സംഗീതം ചെയ്തത്. നല്ല രസമുള്ളൊരു പാട്ടാണ്. കേട്ടിട്ടില്ലേ? എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ മിണ്ടാത്തതിനെന്തേ നാണം വന്നിട്ടോ എല്ലാരും വീശുമ്പോൾ ഉള്ളം കൊണ്ടിട്ടോ എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ. ഹംസനാഥം തുടങ്ങിയൊരു അല്ലെ, എന്തൊരു ഭംഗിയാ രാഗം അല്ലെ. അടുത്തത് നമുക്ക് എത്ര നേരം ഇങ്ങനെ പോകാമെന്ന് അറിയാം. അനൂപ് ഫേസ്ബുക്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യം പോസ്റ്റ് ചെയ്തപ്പോൾ അത് പറഞ്ഞോ? ഞാൻ കേട്ടില്ല. ആണ് ഞങ്ങള് പാടും മൈക്ക് ഓഫ് ചെയ്ത് വെക്കുന്നവരെ എന്നാണ് പറഞ്ഞത്. കാരണം ഒരേ ബാധ കൂടിയവർ ഒന്നിച്ചിരുന്നാൽ വലിയ അപകടങ്ങൾ സംഭവിക്കും ചിലപ്പോൾ. പക്ഷെ എന്നാലും വലിയ അപകടത്തിൽപ്പെടുത്താതെ ശ്രമിക്കാം. നമ്മൾ ഇതുവരെ പ്രാർത്ഥന ചൊല്ലിയില്ല. ലോകത്തിന് മുഴുവൻ സുഖം വരുന്നു അല്ലേ? വേണം. ആ പ്രാർത്ഥന മലയാള സിനിമാ ഗാനങ്ങളിലെ കവിത അന്വേഷിക്കുമ്പോൾ രാജീവ് മാഷ് ആമുഖമായിട്ട് കൃത്യമായി പറഞ്ഞു, ഇത് കച്ചേരിയല്ല, സിനിമാ പാട്ടിലെ കവിതയെ അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിക്കുമ്പോൾ ആദ്യം ഉപ്പുകുത്തി സാഷ്ടാംഗം പ്രണമിക്കുന്നത് ഒറ്റ മനുഷ്യനെയാണ്, പി. ഭാസ്കരൻ. അവിടെ സാഷ്ടാംഗം കുറെ നേരം കിടക്കാതെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല പാട്ടിന്റെ വഴികളിലൂടെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്നേഹദീപമേ മിഴി തുറക്കൂ. ഭാസ്കരൻ മാഷിന്റെ ഗാനപ്രപഞ്ചത്തിലേക്ക് നമ്മൾ മിഴി തുറന്നു കഴിഞ്ഞു. അനുപേ, എത്ര പാട്ടുകൾ, എന്തെന്തു വൈവിധ്യം, മനോഹരമായിട്ടുള്ള നാട്ടുമൊഴികളെ പാട്ടിലാക്കിയ പ്രിയപ്പെട്ട ഭാസ്കരൻ മാഷ്. ദേശിന്റെ ഒരു സുഖം വരുന്നുണ്ട്. ഭാസ്കരൻ മാഷ് ഓർക്കുമ്പോ, ബാബുക്കിയെ ഓർക്കുമ്പോ എങ്ങനെ ദേശം ഓർക്കാതിരിക്കും? അതെ, ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രമിൻ, ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ ചൂടിക്കുവാൻ.
ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തും ചെവിയിൽ മൂടാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ യുവാൻ ഒരു ഗാനം മാത്രമെൻ സൂക്ഷിക്കാം. നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. അതിലൂടെ ആരാമത്തിൽ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. അതികൂടമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ കൽപ്പനങ്ങൾ ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ കുടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. പുഷ്പം മാത്രമേ